ക്രെഡിറ്റ് വ്യവസ്ഥയിൽ പെട്രോൾ നൽകാനാകില്ല എന്ന നിലപാട് കമ്പനികൾ എടുത്തതോടെ പ്രതിസന്ധിയിലായി പെട്രോൾ പമ്പ് പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കമ്പനികളുടെ നടപടി. പ്രീമിയം പെട്രോളിന്റെ വില 2 രൂപ വർദ്ധിപ്പിച്ചു. സർക്കാരിന് കടമായി നൽകിയ പെട്രോളിന്റെ പണം അടിയന്തരമായി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ. നിതിൻ സേവ്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാധു, പശ്ചിമേഷ്യൻ യുദ്ധവും ഒപ്പം ക്രൂഡ് ഓയിലിന്റെ വില കൂടിയതും പമ്പുകളുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പ്രീമിയം പെട്രോളിന്റെ വില ഇന്നലെ മുതൽ കൂടിയിട്ടുണ്ട്. അത് കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ടാണ് പ്രീമിയം പെട്രോളിന്റെ വില കൂട്ടേണ്ടി വന്നത് എന്നാണ് അവർ പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ സ്പീഡ് പെട്രോൾ അല്ലെങ്കിൽ XP95 എന്ന് പറയുന്ന പ്രീമിയം പെട്രോൾ 112 നിന്നും അതിന്റെ വില 114 രൂപ ആക്കി മാറ്റിയിട്ടുണ്ട് ഇന്നലെ മുതൽ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പമ്പുടമകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതായത് കമ്പനികൾ നേരത്തെ ക്രെഡിറ്റ് വ്യവസ്ഥയിലായിരുന്നു പമ്പുടമകൾക്ക് പെട്രോൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഇനി നൽകാനാവില്ല എന്നാണ് പമ്പ് ഉടമകളോട് ഈ കമ്പനി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പെട്രോൾ പോകുന്നത്. ഇരുമ്പനം, ഒപ്പം ഏലത്തൂർ, ഫറൂഖ്, ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്രോൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ 2 വ്യവസ്ഥകൾ. ഒന്ന്, അഡ്വാൻസ് വ്യവസ്ഥയിൽ നൽകാം. അഡ്വാൻസ് പകുതി പണം അഡ്വാൻസായി അടയ്ക്കുക, ബാക്കി പണം വൈകിട്ട് അടയ്ക്കുക, അങ്ങനെ പെട്രോൾ നൽകാമെന്ന് പറയുന്നു. മറ്റൊന്ന്, പെട്രോൾ നൽകാൻ കഴിയില്ല എന്നാണ് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.